DME-ലേക്കുള്ള സ്റ്റാഫ് നഴ്സ് നോട്ടിഫിക്കേഷൻ വരുന്നവരെ നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. നിങ്ങളുടെ പഠനത്തിനെ കിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സഹകാരി ആദ്യമായിട്ട് നിങ്ങൾക്ക് തരുന്ന ഒരു ഫ്രീ ക്ലാസ് സീരീസ് ആണ്. തികച്ചും സൗജന്യമായിട്ട് നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാൻ വേണ്ടി, അല്ലെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ഏറ്റവും വലിയ ആശങ്ക എന്ന് പറയുമ്പോൾ ഇപ്പോൾ നിലവിലുള്ള ജോലിയോടൊപ്പം ഈ പഠനം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതായിരിക്കും. അത് എങ്ങനെ നമുക്ക് റെക്ടിഫൈ ചെയ്തെടുക്കാൻ പറ്റും, ഇതിനെക്കുറിച്ചൊരു അവബോധം നിങ്ങൾക്ക് ഈ ഒരു ഫ്രീ ക്ലാസ് സീരീസ് കഴിഞ്ഞ് ഡെയിലി എക്സാമും വീക്കിലി എക്സാമും എഴുതി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്നാൽ മാത്രമേ രണ്ട് കാര്യങ്ങളൊന്നും മത്സരം എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ, അതുപോലെ ഈ മത്സരത്തിനോടൊപ്പം കോപ്പപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. ഇനി ഈ അവസരത്തെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 1000-ഓളം അഡ്വൈസ് ആണല്ലേ കഴിഞ്ഞ പ്രാവശ്യം നടന്നിട്ടുള്ളത് അല്ലേ. 900-നടുത്ത് അഡ്വൈസ് ഓപ്പൺ കാറ്റഗറി മാത്രം തീർന്നു പോയിട്ടുണ്ട്. ബാക്കി എല്ലാം കൂടി എടുത്ത് നോക്കുമ്പോഴത്തേക്ക് ഒത്തിരി അഡ്വൈസ്, 1000-ഓളം അഡ്വൈസ് പ്രധാനമായിട്ട് നമ്മുടെ മെഡിക്കൽ കോളേജുകളിലാണ് അല്ലേ. മെഡിക്കൽ കോളേജുകളിലാണ് നമ്മുടെ DME ആയിട്ട് ബന്ധപ്പെട്ട അവസരം വരുന്നത്. എപ്പോഴും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ DHS അപേക്ഷിക്കുമ്പോഴത്തേക്കും വലിയ ഡിസ്പാരിറ്റി പല ജില്ലകളും തമ്മിലുണ്ട്. കാര്യം എന്ന് പറയുമ്പോൾ ചില ജില്ലകളിൽ ഒരു നിശ്ചിത മാർക്ക് നേടിയ ആളെ സംബന്ധിച്ചിടത്തോളം അയാൾ ലിസ്റ്റിൽ പെടത്തില്ല. അതേസമയം വേറൊരു ജില്ലയിലെ ആപ്ലിക്കൻസിൻ്റെ എണ്ണവും അതുപോലെ അവൈലബിൾ ഓപ്പർച്യൂണിറ്റി എണ്ണവും വ്യത്യാസം വരുന്നതുകൊണ്ട് തന്നെ വലിയ ഡിസ്പാരിറ്റി എപ്പോഴും ഉണ്ട്. പക്ഷേ ഇവിടെ ആ ഒരു പ്രശ്നമില്ല എന്നുള്ള കാര്യമാണ്. നിങ്ങൾ മിടുക്കനാണ് അല്ലെങ്കിൽ മിടുക്കിയാണെന്നുണ്ടെങ്കിൽ ഈ അവസരം ഉറപ്പാണ്, നമുക്കത് പഠിച്ച് കയറി എത്താൻ പറ്റും കേട്ടോ. കാരണം ഇത് സ്റ്റേറ്റ് വൈഡ് നോട്ടിഫിക്കേഷൻ ആണ് എന്നാണ് ഏറ്റവും വലിയ പ്രത്യേകത. സഹകാരിയുടെ ടീം രണ്ടും കൽപ്പിച്ചാണ് ഇപ്പോൾ ഈ DHS നോട്ടിഫിക്കേഷൻ ക്രാക്ക് ചെയ്യാൻ വേണ്ടി ഇറങ്ങുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഇത് എങ്ങനെയാണ് ഇതിൻ്റെ പ്ലാൻ മുന്നോട്ട് പോകുന്നതെന്നൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ തന്നെ നേരിട്ട് നമുക്ക് ഒരു ഗൂഗിൾ മീറ്റിൽ സംവദിക്കാനുള്ള അവസരമുണ്ട്. അപ്പോൾ ഫ്രീ ക്ലാസ് സീരീസിലേക്ക് നിങ്ങൾക്ക് എത്താനും അതുപോലെ നമ്മുടെ സ്റ്റഡി ഗ്രൂപ്പിലേക്ക് എത്താനും ഒക്കെ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ക്ലാസ്സുകൾ അവൈലബിൾ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ കാണുന്ന ഫോൺ നമ്പറിലേക്ക് നിങ്ങളുടെ പേരും ജില്ലയും അതുപോലെ നഴ്സ് എന്ന കോഡും കൂടെ വാട്സപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങളെ നമ്മുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും. ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്തതിനു ശേഷം അതിനകത്തായിരിക്കും ഓറിയൻറ്റേഷൻ നടക്കുന്നത്. തുടക്കത്തിൽ നിങ്ങൾ ഓറിയൻറ്റേഷൻ നടത്തി സഹകാരിയുടെ സ്ട്രാറ്റജിയായിട്ട് ഒത്തുപോകാൻ പറ്റുന്നവരെ മാത്രമേ ഇങ്ങോട്ട് അഡ്മിറ്റ് ചെയ്യത്തുള്ളൂ. കാരണം എന്ന് പറയുമ്പോഴത്തേക്കാ നമുക്കൊരു ഓഫ്ലൈൻ ക്ലാസ് എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതുപോലെ പ്രവർത്തിക്കുന്നത്. നിങ്ങൾക്ക് പലർക്കും ഓഫ്ലൈൻ ക്ലാസ്സിൽ പോകാൻ താല്പര്യം ഉണ്ടായിരിക്കും. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ആത്മാർത്ഥമായിട്ട് നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓഫ്ലൈൻ ക്ലാസ്സിൻ്റെ ഒരു ആവശ്യമില്ല. അതിൻ്റെ എക്സാമ്പിളാണ് നിങ്ങൾ ഈ കാണുന്ന റാങ്കുകളിൽ, എസ്പെഷ്യലി ബയോസയൻസ് മേഖലയിൽ നമ്മുടെ ഹെൽത്ത് ഇൻസ്പെക്ടർ, ഫാർമസിസ്റ്റ്, ഡയറി ഫാം ഇൻസ്ട്രക്ടർ 1ാം റാങ്ക്, അതുപോലെ എവിടെ നമുക്ക് തുടങ്ങിക്കഴിഞ്ഞാലും ആത്മാർത്ഥമായിട്ട് നിങ്ങൾ പഠിക്കാനും നിങ്ങളുടെ എഫേർട്ട് കൃത്യമായിട്ട് ഇടാനും നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ഓൺലൈൻ ക്ലാസ് ധാരാളം മതിയാവും. പക്ഷേ ഒരു കാര്യം, വെറുതെ അഡ്മിഷൻ എടുത്തുകൊണ്ട് കാര്യമില്ല, കൃത്യമായിട്ട് പണിയെടുക്കണം. ചെയ്യേണ്ട ജോലി എന്തൊക്കെയാണെന്നുള്ള കാര്യം വ്യക്തമായിട്ട് ഇവിടുന്ന് പറയും. നിങ്ങൾ ഒരുപാട് കാലമൊന്നും വർക്ക് ചെയ്യേണ്ട. ഞാൻ പറഞ്ഞ 6 മാസ കാലയളവ് നിങ്ങളുടെ ലൈഫിന് വേണ്ടി, നിങ്ങളുടെ ലൈഫ് ഒരു വെൽ സെറ്റിൽഡ് ആകാൻ വേണ്ടി നിങ്ങളൊന്ന് എഫേർട്ട് ഇട്ട് നിന്നാൽ മതി. അതായത് പറയുന്ന കാര്യങ്ങൾ അതുപോലെ കേൾക്കുക എന്നുള്ളതാണ് കേട്ടോ. പറയുന്ന കാര്യങ്ങൾ അതുപോലെ ചെയ്യുക. അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ സെൽഫ് മോട്ടിവേറ്റ് ആയിരിക്കണം. അപ്പോൾ സെൽഫ് മോട്ടിവേറ്റ് ആയി നിൽക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനുവേണ്ടി നിങ്ങൾക്ക് മോട്ടിവേഷൻ ആവശ്യമുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് വെബിനാറിൽ സെറ്റ് ചെയ്യാം. വെബിനാറിൽ പങ്കെടുക്കാൻ ഈ ഗ്രൂപ്പിലേക്ക് വന്നാൽ മതിയാവും. അപ്പോൾ എന്തായാലും ഗൂഗിൾ മീറ്റിൽ നമുക്ക് നേരിട്ട് കാണാം. ഓക്കെ.